അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അത് എനിക്ക് വലിയ രീതിയിൽ എഡിറ്റിങ് ഒന്നും അറിയത്തില്ല. അപ്പം യൂട്യൂബിലേക്കത് ചെയ്യുമ്പോൾ ചെയ്യുന്ന വീഡിയോ തന്നെ രണ്ടെണ്ണം കയറുന്നു. ഒന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ അടുത്തതും പോകുന്നു. അങ്ങനെ ഞാൻ 4 വട്ടം ചെയ്ത് 4 വട്ടവും അതേപോലെ തന്നെ വന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ വീഡിയോ ചെയ്തില്ല. ആ ഒരു വീഡിയോ ചെയ്തില്ല. അപ്പം ഞാനിത് ഇപ്പം ചെയ്യാണ്. അപ്പം കുറച്ച് ഒരു 8-9-10 പേരെങ്കിലും അത് കണ്ടു കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വ്യൂസ് നോക്കാതെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഞാൻ നമ്മുടെ സാധാരണക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും സാധാരണക്കാരെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്ക് വന്നാൽ നമ്മൾ ഉടനെ തന്നെ അവരെ മരുന്നിന് കൊണ്ടുപോകും. നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലും കൂടുതലും നമ്മൾ കടവും വിലയും എല്ലാം മേടിച്ച് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കും. നമ്മൾക്ക് മുതിർന്നവർക്ക് വന്നാൽ നമ്മൾ ഡോക്ടറെ കാണത്തില്ല. ആണാണെങ്കിൽ ഓർക്കും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിച്ച് കഴിക്കാന്ന് ഓർക്കും. പെണ്ണാണെങ്കിൽ ഓർക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയണത്, അല്ലാണ്ട് ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയണത്. പെണ്ണാണെങ്കിൽ ഓർക്കും, ഓ നാളെ ആകട്ടെ, അല്ല മറ്റന്നാളാകട്ടെ, ഇന്നിച്ചിരി കുറവുണ്ടല്ല, നാളെ ആകട്ടെ എന്നോർക്കും. പക്ഷെ അങ്ങനെ ആരും ഓർക്കരുത്. ചെറിയ അസുഖം ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് മാറാവുന്ന അസുഖമായിരിക്കും വലിയ വലിയ അസുഖങ്ങളായി മാറുന്നത്. അതിന് ഞാൻ സാക്ഷിയായതുകൊണ്ടും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതായതുകൊണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ സിറാജിന് അൾസറായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അറിഞ്ഞ കാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് അറിഞ്ഞ കാര്യമാണ് സിറാജിന് പിത്താശയത്തിൽ കല്ലുണ്ടെന്ന്. പക്ഷെ അന്നൊന്നും വകവച്ചില്ല. ശരീരത്തിന് നല്ല ആരോഗ്യമായതുകൊണ്ട് അന്നൊന്നും വകവച്ചില്ല. ജോലി ചെയ്തും മരുന്ന് കഴിക്കാതെ ഒക്കെ ജീവിച്ച്. പക്ഷെ അസുഖങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞ ശേഷമാണ് രോഗം ക്യാൻസർ ആണെന്നറിയുന്നത്, പിത്താശയത്തിൽ ക്യാൻസർ ആണെന്നറിയുന്നത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറമായിപ്പോയി. ഒരു ഡോക്ടർക്കും രോഗിയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വഷളായിപ്പോയി അസുഖം. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ആണിന് വന്നാലും നമ്മുടെ വീട്ടിലെ ഭർത്താവിന് വന്നാലും നമുക്ക് വന്നാലും നമ്മൾ ഉടനടി ശരിയായ സമയത്ത് ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കുക. ഡോക്ടറെ കാണുക. ഡോക്ടർ പറയുന്നവരെ സമയം വരെ മരുന്ന് കഴിക്കുക. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അത്രയും അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. തുടരണമെന്നുണ്ടെങ്കിൽ കടവും വിലയൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് തുടരണമെങ്കിൽ തുടരുക. അതിന് ഒരു രീതിയിലും അമാന്തിക്കരുത്. നമ്മളുടെ വിധി ചിലപ്പോൾ പടച്ചവൻ അതാണ് വച്ചിരിക്കണമെങ്കിൽ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല. പക്ഷെ രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അല്ലോ അന്നാ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ക്ഷീണം ഇന്ന് മാറിയേനെ, അല്ലെ എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയേനെ, അല്ലെ എൻ്റെ ഭാര്യേനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയേനെ എന്ന് അന്ന് ചിന്തിച്ചില്ല. ഇന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അസുഖം വന്നാൽ
എന്തും ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, തലവേദന ആയിക്കോട്ടെ, കൈവേദന ആയിക്കോട്ടെ, കാലുവേദന ആയിക്കോട്ടെ, എന്ത് ചെറിയ അസുഖമാണെങ്കിലും അത് വകവയ്ക്കാതെ അസുഖം മൂർച്ഛിപ്പിക്കരുത്. ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം. എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒട്ടും അമാന്തിക്കരുത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബനാഥനാണ് നമ്മുടെ അടുത്തുനിന്ന് ജീവൻ വെടിഞ്ഞു പോകുന്നതെങ്കിൽ അത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് നമ്മുടെ വീട്ടിലെ കുടുംബനാഥക്കാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അതും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്രയും വിഷമാണ്. ഒരു ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അസുഖം വന്നാൽ നമ്മൾ ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കാതെ കരഞ്ഞിട്ട് മരിച്ചു പോയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? അത് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും.